ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സിറ്റി ഓഫ് ലാൻഡൺ എന്നറിയപ്പെടുന്ന ഹോയാൻ സിറ്റിയിലാണ്. വിയറ്റ്നാമിലാണ് ഈ ഒരു ഹോയാൻ സിറ്റി സ്ഥിതി ചെയ്യുന്നത്, അതായത് വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അവിടെയാണ്, അവിടുത്തെ ആൻഷ്യൻ ടൗണിലാണ്, ഹൊയാൻ ആൻഷ്യൻ ടൗണിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ആ ഒരു ചുറ്റുപാട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു. നല്ലൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു ആ ഒരു വഴിയിൽ കൂടെ നടക്കുമ്പോൾ ഉള്ളത്. ആളുകളൊന്നുമില്ല. ഞങ്ങൾ നല്ല രാവിലെ തന്നെ ഞങ്ങളുടെ എന്താ പറയുക യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ഇവിടങ്ങളിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കുറേ കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ചുറ്റിലും ലാൻഡൻസ് ആയിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ എത്തി. രാത്രിയത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമാണ്. അത്രയ്ക്ക് ഭംഗിയാണ് രാത്രി നമ്മൾ ഈ ഒരു ഹോയാൻ സിറ്റി കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു എന്താ പറയുക സിറ്റിക്കുള്ളിൽ ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു. അവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു. ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ പോകുന്നത് എവിടേക്കാണെന്ന് ഞാൻ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജാപ്പനീസ് ബ്രിഡ്ജിൻ്റെ അടുത്താണ്. നിങ്ങളെൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു ബ്രിഡ്ജിനെയാണ് നമ്മൾ ജാപ്പനീസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഹോയാനിലാണ്, അതായത് ഡനാങ്ങിലെ ഹോയാനിലാണ് ഈ ഒരു ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ കറക്റ്റ് വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് കണ്ടിട്ട് വരാം. ഇത് വേഗത്തിൽ തന്നെ അച്ഛൻ്റെ കൂടെ ഉള്ളിലേക്ക് പോയി. ഞാനും അകത്തേക്ക് കയറി. ഏകദേശം 17-ാം നൂറ്റാണ്ടിൽ ജാപ്പനീസ് വ്യാപാരികളാണ് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ ഒരു കുഞ്ഞു ക്ഷേത്രം കൂടിയുണ്ട്. അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ മെല്ലെ പിന്നെ അതിനുള്ളിലേക്ക് കയറി. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത്യാവശ്യം കുറേ ആളുകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ മെല്ലെ ഉള്ളിലേക്ക് കയറി അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. ഒരു ബ്രിഡ്ജ്, അതിൻ്റെ മുകളിലൊരു പഗോഡ. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ജാപ്പനീസ് ബ്രിഡ്ജ്. നല്ല രീതിക്ക് അവരിത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം 17-ാം നൂറ്റാണ്ടിലെങ്ങാനും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രിഡ്ജാണിത്. പക്ഷേ ഒരു കേടുപാടുകളില്ലാതെ അവർ അത്രയും നല്ല രീതിക്കാണ് ഈ ഒരു ബ്രിഡ്ജ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എന്തായാലും നല്ലപോലെ ഇഷ്ടമായി. ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അങ്ങനെ മെല്ലെ ഞങ്ങൾ പഗോഡയുടെ ഉള്ളിലേക്ക് കയറി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പഗോഡയുടെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ. നമുക്ക് കണ്ടിട്ട് തിരിച്ചു തരാം. എല്ലാത്തിനും പിന്നിലും ഒരു കഥയുണ്ടെന്ന് പറയുന്നത് പോലെ ഇതിനു പിന്നിലും ഒരു കഥയുണ്ട്. നമാസു എന്ന് പറയുന്ന ഒരു രാക്ഷസനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിഹാസം ഈ ഒരു ജാപ്പനീസ് ബ്രിഡ്ജിന് പിറകിലുണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഈ നമാസു ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഭൂകമ്പങ്ങൾക്കും അതേപോലെ തന്നെ വെള്ളപ്പൊക്കത്തിനൊക്കെ കാരണമാകുന്ന ഈ ജാപ്പനീസുകാർ, അതായത് ജാപ്പനീസ് പുരാണത്തിൽ പറയുന്ന ഒരു രാക്ഷസനാണ്. ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഒരു രാക്ഷസനാണ് നമ്മുടെ ഈ നമാസു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ മോൺസ്റ്ററിൻ്റെ തലയുള്ളത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലും ശരീരം വിയറ്റ്നാമിലും അതേപോലെ തന്നെ അതിൻ്റെ വാലുള്ളത് ജപ്പാനിലാണ്. ഇങ്ങനെയാണ് ജാപ്പനീസ് പുരാണം പറയുന്നത്. അങ്ങനെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഈ നമാസിൻ്റെ മുതുകത്തേക്ക് കുത്താനുള്ള മാന്ത്രിക വാളായിട്ടാണ് ഈ ഒരു പാലം ഈ ജാപ്പനീസുകാർ ഈ വിയറ്റ്നാമിൽ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു എന്താ പറയുക, ഈ ഒരു പാലം കൊണ്ട് ഇന്ത്യ, ജപ്പാൻ, വിയറ്റ്നാം എന്നിവിടങ്ങളിലൊക്കെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ തടയാൻ കഴിയുമെന്നാണ് അവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ജാപ്പനീസ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ. എൻ്റെ കഥയും ജാപ്പനീസ് ബ്രിഡ്ജിലെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള വിയറ്റ്നാമിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ.